കഴിഞ്ഞ ടേമിൽ ഈ ശ്രീനിജൻ ജയിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 2020-യുടെ സാന്നിധ്യമായിരുന്നു. അല്ലെങ്കിൽ 2020-യുടെ സ്ഥാനാർത്ഥി നല്ല മത്സരം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. BJPക്ക് ഒരുപക്ഷെ തലവെച്ചില്ലായിരുന്നെങ്കിൽ അവിടെ കടുത്ത മത്സരം നടന്നേനെ എന്നുള്ളതാണ്. ചിലപ്പോൾ 2020-യുടെ സ്ഥാനാർത്ഥി ഇത്തവണ അവിടെ ജയിച്ചു പോകാൻ പോലും സാധ്യതയുണ്ടായിരുന്നു. ഇത്തവണ സാബുവൻ ജേക്കബും അതുപോലെ തന്നെ ശ്രീനിജനും തമ്മിലുണ്ടായ ചില രഹസ്യധാരണയുടെ പേരിൽ ഒരുപക്ഷെ ശ്രീനിജൻ വീണ്ടും അവിടെ ജയിച്ചു കയറിക്കൂടായില്ല എന്ന് നമ്മൾ കാണണം. സാബു അഡ്രസ്സ് ചെയ്യാത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം BJPക്ക് കൈകൊടുത്തോടുകൂടി പരമ്പരാഗതമായി 2020-യുടെ കൂടെ നിന്നിരുന്ന ഒരുപാട് ആൾക്കാർ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, കുന്നത്തുനാട് നിയോജക മണ്ഡലം വ്യത്യസ്തമായ രീതിയിലുള്ള അവലോകനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ VP സജീന്ദ്രൻ ജയിക്കും എന്ന് പല സർവേകളും പറയുന്നു. സാബു എം ജേക്കബിൻ്റെ ബാബു ദിവാകരൻ, അതായത് പത്തനംതിട്ട DC സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ട് അടൂർ സീറ്റ് കിട്ടുമെന്നാണ് ബാബു ദിവാകരൻ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ ആ ബാബു ദിവാകരനാണ് 2020-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഇപ്പോഴത്തെ PV ശ്രീനിജൻ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴത്തെ നിലവിലത്തെ MLA ആണ് അദ്ദേഹം. ഈ മൂന്ന് പേരും തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിനാണ് കുന്നത്തുനാട് സാധ്യതകളുള്ളത്? ഈ കുന്നത്തുനാടിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു മണ്ഡലം എന്ന് പറയുന്നത് കുന്നത്തുനാട് തന്നെ. കാരണം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവിടെ അതിശക്തമായ മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കാരണം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 2020-ക്ക് ആകെ ശക്തിയുണ്ട് എന്ന് പറയുന്ന സ്ഥലം ഈ കുന്നത്തോട് മാത്രമാണ് എന്നുള്ളതുകൊണ്ടാണ് അവിടെ ശക്തമായ മത്സരം നടക്കുന്നത്. അവിടെ BJPക്ക് അങ്ങനെ നേരത്തെ വലിയ ശക്തി ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷേ BJPയും ഒപ്പം ഈ 2020-യും ചേർന്നതോടുകൂടി അവിടെ NDAക്ക് കുറച്ചും കൂടി ശക്തി ഉണ്ടായി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ട്, VP സജീന്ദ്രൻ എന്ന് പറഞ്ഞ മുൻ MLAയും ശ്രീനിജൻ എന്ന് പറഞ്ഞ സിറ്റിംഗ് MLAയും തമ്മിലുള്ളതാണ് മറ്റൊരു മത്സരം നടക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ടേമിൽ ഈ ശ്രീനിജൻ ജയിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 2020-യുടെ സാന്നിധ്യമായിരുന്നു. അല്ലെങ്കിൽ 2020-യുടെ സ്ഥാനാർത്ഥി നല്ല മത്സരം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ ശ്രീനിജനും 2020-യുടെ കോർഡിനേറ്ററും കിറ്റക്സിൻ്റെ ഉടമയുമായ സാബുവും ജേക്കബും തമ്മിൽ നടത്തുന്ന നിരന്തര പോരാട്ടങ്ങൾ, അവിടെ വലിയ സംഘർഷം ഉണ്ടായി. ഒരാൾ മരണം വരിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരിക്കുന്ന 2020 ആണോ ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, അല്ല MLA ആണോ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അധികാര മത്സരങ്ങൾ അവിടെ പലതും നടക്കുന്നു. ഇപ്പം നിരന്തരമായ റെയ്ഡുകൾ നടക്കുന്നു. അതൊക്കെ ആയിരുന്നല്ലോ പിന്നീട് വലിയ സർക്കാരുമായിട്ടുള്ള സാബുവൻ ജേക്കബിൻ്റെ ഏറ്റുമുട്ടലിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം അതൊക്കെയായിരുന്നു. പക്ഷേ ഇതൊന്നും യഥാർത്ഥത്തിൽ അവിടെ വോട്ടായി മാറാനുള്ള സാധ്യതയില്ല എന്നുള്ളത് നമ്മളിൽ കാണുന്നില്ല. കാരണം ഒന്ന്, അവിടെ കുറച്ചും കൂടി പൊളിറ്റിക്കലി ഉള്ള മത്സരമാണ് നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ സാബുവൻ ജേക്കബിന് ഒരിക്കലും ശ്രീനിജനെ തോൽപ്പിക്കാൻ ഇത്രയും വലിയ സ്വാധീനം ഇത്തവണയില്ല. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ അതില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പോയി BJPക്ക് തലവെച്ചു എന്നുള്ളത് തന്നെയാണ്. BJPക്ക് ഒരുപക്ഷെ തലവെച്ചില്ലായിരുന്നെങ്കിൽ അവിടെ കടുത്ത മത്സരം നടന്നേനെ എന്നുള്ളതാണ്. ചിലപ്പോൾ 2020-യുടെ സ്ഥാനാർത്ഥി ഇത്തവണ അവിടെ ജയിച്ചു പോകാൻ പോലും സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഈ ശ്രീനിജൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വേറൊരു തരം മോഡൽ സാധനമാണ്. ശ്രീനിജൻ ഒരു ആളെ എയിം ചെയ്ത് കഴിഞ്ഞാൽ, ഞാനത് കണ്ണൂർ മോഡൽ എന്ന് പറയുന്നത്, ഒരാളെ എയിം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പൂർണ്ണമായി നശിപ്പിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളൊരു രീതിയാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രവർത്തന രീതി മറ്റു കോൺഗ്രസ് അല്ലെങ്കിലും ഈ CPM-ൻ്റെ മറ്റു നേതാക്കന്മാർക്കോ കോൺഗ്രസ് നേതാക്കന്മാർക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണ സാബുവൻ ജേക്കബ് അതുപോലെ തന്നെ ശ്രീനിജൻ തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും രഹസ്യമായിട്ട് ഒരിക്കലും VP സജീന്ദ്രൻ ജയിക്കരുത് എന്നുള്ള ഒരു ചെറിയ ഒരു നീക്കുപോക്കിൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് അവസാന ഘട്ടത്തിൽ അവിടെ നിന്നും കിട്ടിയ വാർത്തകൾ. അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസിനിടയിൽ എങ്ങനെയെങ്കിലും ശ്രീനിജനെ തോൽപ്പിക്കണം എന്നും അതുപോലെ തന്നെ സജീന്ദ്രനെ ജയിപ്പിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ജീവിതകാലത്ത് കുന്നത്തുനാട് നോക്കണ്ട എന്നുള്ളതാണ്. കുന്നത്തുനാട് നമുക്കറിയാം ദീർഘകാലം കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു. പിന്നീട് അത് പുനഃക്രമീകരണം നടന്നപ്പോഴാണ് അത് പട്ടികജാതി മണ്ഡലമായി അല്ലെങ്കിൽ റിസർവേഷൻ മണ്ഡലമായി. TH മുസ്തഫ 4 തവണ ജയിച്ച സ്ഥലമാണ് അത്. TH മുസ്തഫന്റെ ഒരു കുത്തക മണ്ഡലം പോലെയായിരുന്നു കുന്നത്തുനാട്. അവിടെ ഒരു കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ശ്രീനിജൻ മത്സരിച്ച് വിജയിച്ചെന്ന് പറഞ്ഞാൽ ആകസ്മികമായിട്ടായിരുന്നു. പക്ഷേ ഇത്തവണ സാബുവൻ ജേക്കബും അതുപോലെ തന്നെ ശ്രീനിജനും തമ്മിലുണ്ടായ ചില രഹസ്യധാരണയുടെ പേരിൽ ഒരുപക്ഷെ ശ്രീനിജൻ വീണ്ടും അവിടെ ജയിച്ചു കയറിക്കൂടായില്ല എന്ന് നമ്മൾ കാണണം. VP സജീന്ദ്രൻ എനിക്ക് തോന്നുന്നു അവിടെ 3 പ്രാവശ്യം MLA ആയിട്ടുണ്ട്. അല്ല, 2 തവണ MLA, മൂന്നാമത്തെ തവണ തോറ്റുപോയി. മൂന്നാമത്തെ തവണ ഞാൻ തോറ്റുപോകുന്നത്. കാരണം 2011-ലും 2016-ലും സജീന്ദ്രൻ ജയിക്കുന്നു, 2021-ലെ മത്സരത്തിൽ അദ്ദേഹം തോറ്റുപോകും. ഈ സാബു എം ജേക്കബിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞ പ്രാവശ്യം BJP കിട്ടിയ വോട്ടും കഴിഞ്ഞ പ്രാവശ്യം 2020 കിട്ടിയ വോട്ടുകളും കൂടെ ചേരുമ്പോഴത്തേക്ക് വളരെ വലിയൊരു ഭൂരിപക്ഷത്തിന് കുന്നത്തുനാട് വിജയിക്കാമെന്നുള്ളതാണ്. കാരണം സ്ഥാനാർത്ഥി തന്നെ അദ്ദേഹം പുറത്തു നടക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുന്നത്തുനാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും ശത്രുതാപരമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടായേക്കാം. അതിനിടയിൽ മറ്റൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2020 നിന്ന് രാജിവെച്ചിട്ടുള്ള കുറേയധികം ആളുകളുണ്ട്. അവരെല്ലാവരും UDF-ലേക്ക്. ഇപ്പൊ ഈ പൂത്തൃക്ക പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം രാജിവെക്കൊക്കെ ചെയ്ത സംഭവം ഉണ്ടല്ലോ. കാരണം പൂത്തൃക്കൊക്കെ ഈ കുന്നത്തുനാട് മണ്ഡലത്തിൽ വരുന്നതാണ്. അപ്പൊ മാത്രമല്ല ഈ ഏറ്റവും വലിയൊരു വിഷയം സാബു അഡ്രസ് ചെയ്യാത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം BJP-ക്ക് കൈകൊടുത്തോടുകൂടി പരമ്പരാഗതമായി 2020 കൂടെ നിന്നിരുന്ന ഒരുപാട് ആൾക്കാർ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അത് വോട്ടാവും എന്ന് ഉള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തെ അവിടെ തകരാൻ പോകുന്നത്. അത് വലിയൊരു വിഷയമാണ്. അപ്പം എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ളത് സാബുവിന് ഇപ്പോഴും വ്യക്തമല്ല. അത് ഈ വോട്ടെണ്ണി കഴിയുന്നുള്ളൂ. 4-ാം തീയതി മാത്രമേ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഈ എത്ര പേര് ഈ കുന്നത്തുനാടിൽ എത്ര പേര് ഈ 2020-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് തിരിച്ചറിയുള്ളൂ. പിന്നെ പരമ്പരാഗതമായി BJP-ക്ക് വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇത്തവണ ഈ 2020 സ്ഥാനാർത്ഥിയെ സഹായിക്കുമോ അല്ലെങ്കിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതും ഇപ്പോൾ അജ്ഞാതമാണ്. കാരണം പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ചിട്ടും കുന്നത്തുനാടിൽ ആ വിഷയമുണ്ട്. കാരണം കുന്നത്തുനാടിൽ മാത്രമാണ് ഈ 2020 ഉള്ളത്. ബാക്കി കേരളത്തിൽ 19 മണ്ഡലങ്ങളിൽ 2020 മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും 2020-ക്ക് അത്ര ഗ്രൗണ്ട് സപ്പോർട്ടൊന്നും ഉള്ള സ്ഥലങ്ങളിലല്ല ഒരു സ്ഥലത്തും സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. എന്തിനേറെ ഇപ്പോൾ വൈപ്പിനിൽ പോലും അത്തരത്തിലുള്ള ഒരു സ്വീകാര്യതയുള്ള സ്ഥലത്തല്ല. വൈപ്പിൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം 2020 സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. എങ്കിൽ പോലും 2020-ക്ക് അങ്ങനെ വലിയ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാവുകയും പഞ്ചായത്തുകൾ ഭരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് 2020-ക്ക് ഈ കുന്നത്തുനാട്. ഇതിനകത്ത് വേറൊരു വസ്തുത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2020-യുടെ പല യോഗങ്ങളിലും സാബു ജേക്കബ് തന്നെ പരസ്യമായിട്ട് സംസാരിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ഇപ്പോൾ 2020-യുടെ സ്ഥാനാർത്ഥി തോറ്റാലും കുഴപ്പമില്ല, പക്ഷെ VP സജീന്ദ്രൻ വിജയിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് LDF വൃത്തങ്ങളിൽ നിന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുന്നത്തുനാട് ഒരു പക്ഷേ 2500-ൽ പര വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് PV ശ്രീനിജൻ വിജയിച്ചു കയറാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ. അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര വളരെ സജീവമായിരുന്നു എന്നുള്ളതാണ് അവസാന ഘട്ടത്തിലൊക്കെ അവിടെ നിന്ന് വന്നിരുന്ന വാർത്തകൾ. കാരണം PV ശ്രീനിജന്റെ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായിട്ടാണ് സാബു ജേക്കബുമായിട്ട് ഫൈറ്റ് നടത്തുന്നത്. ഒരിക്കലും ഈ ഇൻഡയറക്റ്റ് ഫൈറ്റുകളാണ് ഈ സജീന്ദ്രൻ നടത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഭരണസമിതി ആയിരുന്നല്ലോ പണ്ട് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. ഈ കിഴക്കമ്പലം പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് കിറ്റക്സ് എന്നുള്ള സ്ഥാപനത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അവിടുത്തെ മാലിന്യ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ 2020 എന്നുള്ള പ്രസ്ഥാനം തന്നെ ഉണ്ടായത്. അപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണം പിടിക്കാൻ വേണ്ടി സാബു ജേക്കബ് തീരുമാനിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഈ കിറ്റക്സുമായിട്ടുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ഇപ്പം നമുക്ക് വളരെ പരസ്യമായിട്ടാണല്ലോ PT തോമസും അതുപോലെ തന്നെ ബെന്നി ബെഹനാനും ഈ പറയുന്ന സജീന്ദ്രനും ഒക്കെ ഇവരുമായിട്ടുണ്ടായ ഏറ്റുമുട്ടലൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി അവിടുന്ന് വരരുത്, ജയിച്ച് വരരുത് എന്ന് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ തവണ സജീന്ദ്രനുമായിട്ട് ശ്രീനിജനുമായിട്ട് 2020-ക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോഴും അവസാന ഘട്ടത്തിൽ അത് കോംപ്രമൈസ് ചെയ്യുന്നതിന് വേണ്ടി CPM-ന്റെ നേതാക്കന്മാർ നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. മാപ്പ് പറയണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു മാപ്പ് പറയില്ല, ഞാൻ മാപ്പ് വേണമെങ്കിൽ അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഇൻസൾട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും CPM-ന് യഥാർത്ഥത്തിൽ നേരത്തെ സാബുവുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴില്ല എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഈ 19 മണ്ഡലങ്ങൾ ചോദിച്ചു വാങ്ങിച്ചത് തന്നെ ചില ഡീലിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ LDF-ന് അനുകൂലമായ ഒരു നിലപാട് ഒരുപക്ഷെ ഈ 19 മണ്ഡലങ്ങളിലും ഉണ്ടാവാനുള്ള സാധ്യത കൂടി ഞാൻ കാണുന്നുണ്ട്. കാരണം 2020-യുടെ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ഇപ്പം തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി ആരാണ്? അഖിൽ മാരാർ തോറ്റു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് NDA-ക്കോ അതുപോലെ തന്നെ 2020-ക്കോ ഒന്നും സംഭവിക്കാനില്ല. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്ന അഞ്ജലി നായർക്ക് തോറ്റുപോയി, അല്ലെങ്കിൽ അവർക്ക് വളരെ മോശമായ പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും വോട്ട് കിട്ടിയില്ല, അതിൻ്റെ പകുതിയെ കിട്ടിയുള്ളൂ, ഒരു 10,000 വോട്ടേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാലും അവിടെ 2020 പ്രസ്ഥാനത്തിനോ NDA-ക്കോ ഒന്നും സംഭവിക്കുക. കാരണം എന്താ, അവിടെ താമര ചിഹ്നത്തിലെല്ലാം മത്സരിച്ചെന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു വലിയ വിഷയമേ ആവുന്നില്ല. പക്ഷേ ഇതിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടായി വീണ്ടും CPM തന്നെ അല്ലെങ്കിൽ LDF തന്നെ ഭരണത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ചില ഗുണങ്ങൾ സാബുവിനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും സാബുവും CPM തമ്മിലല്ലേ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയത്, അല്ലെങ്കിൽ അതൊക്കെ വേറെ ചില സംഭവങ്ങളാണ്. അത് വേറെ സംഭവങ്ങളാണ് എന്നുള്ളത് തന്നെ വിലയിരുത്തേണ്ടതുണ്ട്.
അടിസ്ഥാനപരമായിട്ട് സാബു എതിർക്കുന്നത് CPM അല്ല. അടിസ്ഥാനപരമായി സാബു എതിർക്കുന്നത് കോൺഗ്രസിനെയാണ്, കോൺഗ്രസിന്റെ നേതാക്കന്മാരെയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് അവിടെ നിന്ന് ഒരു MLA ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സാബുവും അതുപോലെ തന്നെ സാബുവിൻ്റെ അനുയായികളും വളരെ കൃത്യമായി ശ്രദ്ധിക്കും. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2020 അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കിറ്റക്സിനെയാണ്. കിറ്റക്സിന് ഒരു ദോഷവും ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ഒരു തിരഞ്ഞെടുപ്പ് അവിടെ നടക്കില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.